കോടതിയോട് എനിക്ക് സത്യത്തിൽ ഒരു സങ്കടം തോന്നുന്നുണ്ട്, വിഷമം തോന്നുന്നുണ്ട്. കോടതിയുടെ കാര്യം ഓർത്തിട്ട് ഒരു സഹതാപം തോന്നുന്നുണ്ട്. കാരണം ഇത് പോയിട്ട് കാണണമല്ലോ, 2 മണിക്കൂർ 2-2.5 മണിക്കൂർ പോയിട്ട് ഇമാതിരി ഒരു സാധനം കാണുക എന്ന് വെച്ചാൽ അവർക്കിത് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ചെയ്തല്ലേ പറ്റൂ. കോടതിക്ക് കണ്ടാലല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നുള്ളതുകൊണ്ട് അവർക്ക് പോയേ പറ്റൂ. പക്ഷേ ഇതിങ്ങനെ ഇരുന്ന് കാണണമല്ലോ, ഫുൾ ടൈം ഇരുന്നിട്ട് എന്നുള്ളൊരു സങ്കടം, ഈ സിനിമ മുഴുവനായിട്ട് കാണണമല്ലോ എന്നുള്ളത്. പിന്നെ കോടതി ശക്തമായിട്ട് നിലപാടാണ് എടുത്തത്. കാരണം ടീസർ കണ്ടപ്പോൾ സാധാരണ മനുഷ്യർക്കെല്ലാം മനസ്സിലാവുന്ന പോലെ കോടതിക്ക് മനസ്സിലായി ഇതിനകത്ത് അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള ഈ പറയുന്ന നിയമലംഘനം ഉണ്ടെന്ന് കോടതി മനസ്സിലാക്കുകയും കോടതി അപ്പം തന്നെ അത് പിൻവലിക്കാൻ പറയുകയും ചെയ്തു. മറ്റവർക്കും കാര്യം അറിയാവുന്നതുകൊണ്ട് അപ്പം തന്നെ അവർ പിൻവലിച്ചു. ഈ സെൻസർ ബോർഡാണ് ഹർഷൻ പറഞ്ഞ കോമഡി ആയിട്ട് എന്താണ് അവരുടെ പണിയെന്ന് മനസ്സിലാകാത്തത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സിനിമോട്ടോഗ്രാഫ് ആക്ട് 1952 പ്രകാരം സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുമ്പ് മതം, ജാതി, ഭാഷ, പ്രദേശം തുടങ്ങിയ അടിസ്ഥാനങ്ങളിൽ വൈരവും വിദ്വേഷവും പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം അനുവദിക്കരുത് എന്നത് ബേസിക് സംഗതിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞാണ്, അത് പ്രാഥമികമായിട്ടുള്ള സംഗതിയാണ്. IPC പ്രകാരമാണെങ്കിൽ സെക്ഷൻ 153A മതം, ജാതി മുതലായവയുടെ അടിസ്ഥാനത്തിൽ ശത്രുത വളർത്തൽ, സെക്ഷൻ 295A മതവിശ്വാസം വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം, ഇതൊന്നും പാടില്ല എന്നവിടെയുണ്ട്. അപ്പം നിയമം അത്രക്ക് ഗംഭീരമായിട്ട് നിയമം ഉണ്ടായിരിക്കും, അത്രക്ക് പച്ചവെളിച്ചം പോലെ എല്ലാവർക്കും, അല്ലെങ്കിൽ പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ അവിടെ ഈ നിയമം ഉണ്ടായിരിക്കെ സെൻസർ ബോർഡ് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടായിരിക്കും. സെൻസർ ബോർഡ് ഇന്നും ചെന്നിട്ട് കോടതിയുടെ മുമ്പാകെ പറഞ്ഞിരിക്കേണ്ടത് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല എന്ന്. അതായത് മുസ്ലിം ആയതുകൊണ്ട് വില്ലനായ, അതായത് മുസ്ലിമായ വില്ലൻ എന്നല്ല, വില്ലൻ ആയത് തന്നെ അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ്. മുസ്ലിം ആയതുകൊണ്ട് തന്നെ വില്ലന്മാരായിട്ടുള്ള കുറേ ആളുകൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് മേൽ അതിക്രമം നടപ്പാക്കുന്നു, മർദ്ദിക്കുന്നു, അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം വായിലേക്ക് തള്ളിക്കയറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാധനം അപ്പോൾ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന ഈ ടീസർ കണ്ടാൽ തന്നെ മനസ്സിലാകും ഏത് ആൾക്കും ഇത് സെൻസർ ബോർഡ് രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ രാജ്യത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തകിടം പറഞ്ഞിട്ടാണുള്ളത് എന്നുള്ളതുകൊണ്ടും ഇത്തരം സിനിമകൾക്ക് പോലും പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി വരുന്നത് കേന്ദ്രമന്ത്രിമാരും വളരെ ഉന്നതരായിട്ടുള്ള ആളുകളൊക്കെയാണ് എന്നുള്ളതുകൊണ്ടും ഇതിങ്ങനെയൊക്കെ അങ്ങ് നടന്നു പോകുന്നു എന്നാണ് അതിൻ്റെ കാര്യം. പക്ഷേ നമ്മൾ ഈ സിനിമ സംവിധാന നിർമ്മാതാവും അവർ കാശ് വാരും, കാരണം അവിടെയുള്ള ആളുകൾക്ക് ഇതൊക്കെ കാണാൻ നല്ല ഹരായതുകൊണ്ട് കാശ് വാരുമായിരിക്കും. പക്ഷേ മാധ്യമപ്രവർത്തകർ ചോദ്യം ഇങ്ങനെ പരവരാ വന്നപ്പോൾ ആളുകൾ ഈ നിർത്തി പോകേണ്ടതായിട്ട് വന്നു. കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് കേരളത്തിൽ നിന്ന് ഒരാളും വന്നിട്ടില്ല, അവരോട് ചോദ്യം ചോദിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഈ സ്ത്രീകളോട് എന്താണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എന്ന കാര്യമൊക്കെ ചോദിക്കാനൊന്നും പറ്റിയിരുന്നില്ല. ഇതിപ്പോൾ അധികം സംസാരിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, ബുദ്ധിയുള്ള കേരളത്തിന് പുറത്തുള്ള മനുഷ്യർക്കും എല്ലാം മനസ്സിലായി. രാജീവ് ചന്ദ്രശേഖർ പോലും ഇത് കാണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ പ്രകടമായി മുഴച്ചു നിൽക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അങ്ങേയറ്റം അതിക്രമവും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും നിയമത്തിനും എതിരായിട്ടുള്ള നിയമലംഘനം, ഭരണഘടനാ ലംഘനം ഉണ്ട് എന്ന കാര്യം ഉറച്ചു നിന്ന് പറയാൻ രാജീവ് ചന്ദ്രശേഖരനും BJP നേതാക്കൾക്കും പറ്റുന്നില്ല എന്നതാണ് ഇതിനകത്തുള്ള ഏറ്റവും സങ്കടകരമായ കാര്യം.